بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിലെ സുപ്രധാനമായ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ പാരായണ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ, സിഫാത്തുൽ ഹുറൂഫ്. അതിൽ അറദിയായ സിഫാത്തുകൾ താൽക്കാലികമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടായിത്തീരുന്ന സ്വരവിശേഷണങ്ങൾ, ഇതിൽ തഫ്ഹീമിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സിഫാത്തുകളിലെ പ്രധാനപ്പെട്ട തഫ്ഹീം എന്ന സിഫത്ത്, അത് വ്യത്യസ്ത പദവികളിലാണ്, മർത്തബകളിലാണ് എന്ന് പറയുകയുണ്ടായി. ഏറ്റവും ഒന്നാമത്തേതാണ് ഫത്ഹ് നൽകി അക്ഷരങ്ങളെ ദീർഘിപ്പിക്കുമ്പോൾ. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾക്ക് എപ്പോഴും തഫ്ഹീം കൊടുക്കേണ്ടവയാണ്. തഫ്ഹീം നൽകപ്പെടുന്ന അക്ഷരങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. എപ്പോഴും തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ എന്ന ഇനത്തിൽപ്പെട്ട ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾ, ഇതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഫത്ഹ് നൽകി ദീർഘിപ്പിക്കുമ്പോൾ. രണ്ടാമത്തേതാണ് ഫത്ഹ് മാത്രം നൽകുന്നത്. മൂന്നാമത്തേത് വമ്മ് കൊടുക്കുമ്പോഴുള്ളത്. നാലാമത്തേത് സുക്കൂൻ കൊടുക്കുമ്പോഴുള്ളതും. അഞ്ചാമതായി കസ്റ് കൊടുത്ത് ഉച്ചരിക്കുമ്പോഴുള്ളതും, ഈകാരം നൽകുമ്പോൾ. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾക്ക് കസ്റ് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തഫ്ഹീം മാത്രമാണ് ഉണ്ടാവുക എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ ഇതിനോടനുബന്ധമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി വച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ അവസ്ഥ അഞ്ചാമത്തെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ കസ്റ് കൊടുത്ത് ഉച്ചരിക്കുമ്പോഴാണ്, ഈകാരം കൊടുക്കുമ്പോൾ. ഉദാഹരണമായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഓതിയല്ലോ, റഖീബ് റഖീബ്. എന്ന് പറയുമ്പോൾ തഫ്ഹീം ഏറ്റവും കൂടിയ അവസ്ഥയാണ്. യതലഖാ ചേർത്ത് ഓതുമ്പോൾ ദീർഘം ഉണ്ടാവില്ല. എന്ന കസ്റ് കൊടുത്തുകൊണ്ടുള്ള കുറഞ്ഞ തഫ്ഹീമാണ് അഞ്ചാമത്തെ അവസ്ഥ. അഞ്ചാമത്തേത് ധാരാളം ഉദാഹരണങ്ങൾ. സിറാത്ത, തിബാഖ, ദിറാർ, ദില്ല, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്, അഞ്ചാമത്തെ മർത്തബക്കുള്ള ഉദാഹരണങ്ങൾ. ദില്ല, ഗിശാവ, അതുപോലെ ഖിഫാഫ, ഈ പദങ്ങളിലൊക്കെ ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങൾക്ക് കസ്റ് വന്നതാണ്. എന്നാൽ നമ്മൾ വീണ്ടും നാലാമത്തെ അവസ്ഥയിലേക്ക് ഒന്നുകൂടി മടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുക്കൂൻ വരുമ്പോഴുള്ള അവസ്ഥയാണല്ലോ. സുക്കൂൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദാ കാനൽ ഹർഫുൽ മുഫഖം വഖഅ ബഅദ ഫത്ഹിൻ, സാക്കിനായ സുക്കൂൻ നൽകപ്പെടുമ്പോഴുള്ള അവസ്ഥ, ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, സുക്കൂന് ഫത്ഹിന് ശേഷമാണെങ്കിൽ ഫത്ഹിൻ്റെ അതേപോലെ തഫ്ഹീം ഇതിന് കൊടുക്കണം. ദമ്മിന് ശേഷമാണെങ്കിൽ ദമ്മിൻ്റെ മാതിരി തന്നെ ഇതിനും തഫ്ഹീം കൊടുക്കുക. കസ്റിന് ശേഷമാണെങ്കിൽ കുറഞ്ഞ തഫ്ഹീമാണ് സാക്കിനായി വരുമ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ കൊടുക്കുമ്പോൾ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇപ്പൊ നമ്മൾ ഓതി, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവിടെ എന്ന് ഏറ്റവും വലിയ തഫ്ഹീം കൊടുക്കൂല. ഖാഇന് മുമ്പിൽ കസ്റുള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്ഹീമേ ഉണ്ടാവുകയുള്ളൂ.
وإخوان لوط وإخوان لوط. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യസിഗ് ഖുലൂബു യസിഗ് ഖുലൂബു. സാക്ക് കസർ, പക്ഷേ ശേഷം ഗൈനിന് സുക്കൂൻ വന്നു, കുറഞ്ഞ തഫ്ഖീം മതി. അപ്പം ഇത് തഫ്ഖീം നിസ്ബിയ്യ് എന്ന് പറയും, അല്ലെ നിസബിയ്യ്. തഫ്ഖീം നിസബി, ആപേക്ഷികമായ, ആനുപാതികമായ എന്നൊക്കെയാണ് അർത്ഥം. നിസബിയ്യ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തഫ്ഖീം. ഫിത്റ ഫിത്റത്തല്ലാഹ് ഇത്ആം. ഇവിടെ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളാകുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. അല്ലാത്ത അക്ഷരങ്ങളിൽ, ദഈഫായ അക്ഷരങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞതായി ഉണ്ടാവുക. കാരണം അവയുടെ ദുഅഫ് പരിഗണിച്ചുകൊണ്ട്. അഫ്രിഗ് അലൈനാ സബ്റ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത്. അതുപോലെ ഇഖ്വാൻ മനിഗ്തറഫ മനിഗ്തറഫ വലാകിൻ ഇഖ്തലഫു ലാ തുസിഗ് ഖുലൂബന. അല്ലേ? അതുപോലെ തന്നെ ഇതിനോട് ചേർക്കപ്പെടുന്ന മറ്റൊന്നാണ് യാ. ലയ്യിനായ യാഇന് ശേഷം വരുമ്പോൾ സൈഗുൻ ഫയത്തബിഊൻ, ശൈഖ് ശൈഖുൻ കബീർ തുടങ്ങിയ പദങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കസ്റിന് ശേഷം സാക്കിനായി വരുമ്പോൾ, കസ്റിന് ശേഷം സാക്കിനായി ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ കുറഞ്ഞ തഫ്ഖീമാണ് അവിടെയും നൽകപ്പെടുക എന്ന ഒരു കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. താരതമ്യേന കുറഞ്ഞ പദങ്ങളാണ് അങ്ങനെ ഉണ്ടാവുക. താരതമ്യേന മറ്റ് പദങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെ വരുന്ന പദങ്ങൾ കുറവായിരിക്കും. അപ്പം അത് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാം